എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ രുദ്രമഹാകാളിക്കാവ് ദേവീക്ഷേത്രത്തിന് മുൻവശത്താണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഈ രുദ്രമഹാകാളിക്കാവ് ദേവീക്ഷേത്രം എന്നത് ഏതാണെന്ന്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും വടക്കോട്ട് നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സഹസ്രദള പത്മ സുസ്ഥിതേ മമ നിറമാലകൾ. വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം. കേശഭാരത്തിങ്കൾ നീലമേഘങ്ങളും രുതിരവർണ്ണത്തിൽ നിന്നതരങ്ങളും പ്രകാശം സ്ഫുരിക്കും പ്രസാദാർത്ര നേത്രം പ്രഭാപൂരമെങ്ങും സുധാസ്ഥാപനിസ്തം. തുടുക്കും കവിൾ തട്ടിൽ രാഗഭാവങ്ങളും ശ്രവിക്കുന്നു കർണങ്ങൾ സർവവും നാദമായി. തുടുക്കും കവിൾ തട്ടിൽ രാഗഭാവങ്ങളും ശ്രവിക്കുന്നു കർണങ്ങൾ സർവവും നാദമായി. സ്വരങ്ങൾ പൊഴിക്കും നിൻ കണ്ട സൗന്ദര്യവും ധരിപ്പു സുരാധിപേ ഗന്ധർവ വീണകൾ. വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്ന് പറയാമോ? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പൂരാണ് ഉത്രളിക്കാവ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. 3 ദേശക്കാർ കൂട്ടിയാണ് നടത്തുന്നത്. എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി. എങ്കക്കാടാണ് ആദ്യം എഴുന്നള്ളിപ്പ് നടത്തുക, രണ്ടാമത് കുമരനെല്ലൂർ. അപ്പോഴേക്കും വടക്കാഞ്ചേരിയിൽ നിന്ന് എഴുന്നള്ളിപ്പ് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ നീങ്ങിയിട്ടുള്ള സ്ഥലത്താണ് വടക്കാഞ്ചേരി. കൊച്ചി രാജാവ് പൂരം കാണാൻ വന്നു എന്നാണ് പറഞ്ഞ് കേൾവി. 100 കൊല്ലത്തിലധികമായിട്ട് ഇപ്പോൾ അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് വരുന്നത് അതേപോലെ തന്നെയാണ് വരുന്നത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂരം തന്നെയാണ് വടക്കാഞ്ചേരിയുടെ പൂരം. ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ വെടിക്കെട്ടിനാണല്ലോ ഇവിടെ ഏറ്റവും. വെടിക്കെട്ടും പഞ്ചവാദിയുമാണ് ഇവിടുത്തെ പ്രധാനം. വെടിക്കെട്ട് ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ ഉത്രളിക്കാവ് ആണ് വെടിക്കെട്ടിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇത്. പിന്നെ പ്രതിഷ്ഠാദിനം അതിഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത്. കുറേ കാലമായിട്ട് അഞ്ചാന ഉണ്ടാവാറുണ്ട്, കുറച്ച് വെടിക്കെട്ടുണ്ടാവും, കേമമായിട്ടുള്ള പഞ്ചവാദി ഉണ്ടാവും. അതുപോലെ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ കർക്കടത്തിൽ നവാഹം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അത് 9 ദിവസം പ്രാവശ്യം ഒരു പ്രഗത്ഭന്മാരാണ് ഇവിടെ വന്ന് വായിക്കാറ്. അത് ഭക്തജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. മുഴുവൻ അന്നദാനത്തോട് കൂടിയിട്ടുള്ള പരിപാടി. അങ്ങനെ ഓരോ ഇനിയിപ്പോൾ അതാ നവരാത്രി മഹോത്സവം വരെയായി. അതും 9 ദിവസം അതിൻ്റെ പരിപാടികളുണ്ടാവും. ഭയങ്കര ജനാവലിയാണോ? നവരാത്രിക്ക് 9 ദിവസം പരിപാടിയല്ലേ, കലാപരിപാടികളല്ലേ. ഓരോ കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമായിട്ട് തന്നെ ജനക്കൂട്ടം ധാരാളം ഉണ്ടാവും. ഇതൊക്കെ ഉപദേശക സമിതിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ദേവസ്വം ബോർഡ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്നുള്ളൊരു പ്രതിഷേധം ഉണ്ട് ജനങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ നിവൃത്തിയില്ല, എന്താ ചെയ്യുക. ഞങ്ങൾ ഭക്തജനങ്ങളിൽ നിന്ന് പൈസ സ്വരൂപിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരായാലും പ്രതിഷ്ഠാദിനായാലും നവാഹായാലും ഇപ്പോൾ നവരാത്രി വന്നാലും എന്ത് വന്നാലും ഞങ്ങൾ തന്നെ നടത്തണം. അത് വല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ എന്താ ചെയ്യുക, നാട്ടുകാരുടെ സഹകരണം ഭയങ്കരമായിട്ടുണ്ട്. അത് ജാതി ഒന്നും പ്രശ്നമല്ല. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് കൂടുതലെങ്കിലും അവരുടെയും കോൺട്രിബ്യൂഷൻ വലുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിപാടി ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഭക്ഷണം കഴിക്കാൻ വരെ അവർ വരാൻ ഒരു മടി കാണിക്കാണ്ട് വരുന്നുണ്ട്. 3 നേരം ഭക്ഷണം ഇവിടെ ഉണ്ടാവും. 3 നേരം ഇവിടെ അടുത്തുള്ള കുട്ടികളും പിള്ളേരും ഒക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. അവർ പൈസ തരും, വഴിപാടുകൾ തരും. ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് യാതൊരു മടിയിലേ വരാൻ. അവർ ഇപ്പോൾ കുറച്ചൊരു 10-20 കൊല്ലമായിട്ടുള്ള ഇത്ര ഓപ്പണായിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ ഞാനൊരു 34-35 കൊല്ലമായി ഇവിടെ അമ്പലത്തിൽ ഭാരവാഹിയായിട്ട്. അത് ഞാനൊരു 20 കൊല്ലം മുന്നേ ഒന്നും ഇത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ധാരാളം കാണാൻ തുടങ്ങി. കേളത്തച്ഛൻ്റെ പുറത്ത് വന്നാണ് ഭഗവതി എന്നാണ് പറയണത്. മൂലസ്ഥാനം എവിടെ അമ്പലത്തിൻ്റെ? മൂലസ്ഥാനം ഇവിടെ മുല്ലക്കൽ മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മുല്ലക്കലിനൊരു സ്ഥാനമുണ്ട്. അതാണ് മൂലസ്ഥാനം. या कुन्देन्दु तुषारः
അച്യുത ശങ്കര പ്രഭൃതിഭേ. ചേട്ടാ, ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉത്രാളിക്കാവ് എന്നാണല്ലോ. എന്താണ് അങ്ങനെ ഉത്രാളിക്കാവ് എന്നറിയപ്പെടുന്നത്? ഉത്രാളിക്കാവ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ശരിക്ക് ഉത്രാളിക്കാവല്ല, രുതിര മഹാകാളിക്കാവാണ്. രുതിര മഹാകാളിക്കാവ്. രുതിര എന്ന ചുവപ്പ് സിമ്പൽ, ബ്ലഡിന്റെ സിമ്പൽ. അതായത് ഇവിടെ ഉത്രാളി എന്ന് പറയുന്ന ഒരു സ്ത്രീ പുല്ലരിയുന്ന സമയത്ത് അരിവാള് മൂർച്ച കൂട്ടി കല്ലിന്റെ മുകളിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് രക്തം പൊടിയുണ്ടായി. അങ്ങനെയാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ആ സ്ത്രീയുടെ പേരാണ് ഉത്രാളി എന്ന്. അതാണ് ഉത്രാളിക്കാവായത്. ശരിക്കും രുതിര മഹാകാളിക്കാവാണ്. ഈ ട്രെയിൻ അപകടം ഉണ്ടായിട്ടുണ്ട്, പൂരം കാണാൻ വന്നവരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ട്രെയിൻ അപകടം എന്ന് പറയാൻ പറ്റില്ല. ഒരു പത്രക്കാരൻ ഒരിക്കൽ വെടിക്കെട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ശബ്ദം കേൾക്കാതെ റെയിലിന്റെ മുകളിലേക്ക് കയറി പോയിട്ട് അങ്ങോട്ട് മരണപ്പെടുണ്ടായി, ഒരാൾ മാത്രം. പിന്നെ അങ്ങനെ വെടിക്കെട്ട് അപകടത്തിന്റെ ഇടയിലൊന്നും അങ്ങനെ ഇവിടെ വെടിക്കെട്ട് അപകടമോ ട്രെയിൻ അപകടമോ ഇവിടെ ഉണ്ടായിട്ടില്ല. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ. ഇതൊക്കെയാണ് രുതിര മഹാകാളിക്കാവ് ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തു.